ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഭാഗവത മഹാത്മ്യത്തിലെ 3-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ അതിൻ്റെ കഥാസാരത്തെ വിചാരം ചെയ്തിരുന്നു. ആ ഒരു അനുസ്മരണം അത് വ്യാസഭഗവാൻ എങ്ങനെയാണ് ഓരോ ശ്ലോകങ്ങളിലായിക്കൊണ്ട് ഈ ഭാഗവത ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓരോരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ശ്ലോകം. അഥ തൃതീയോധ്യായഃ. നാരദ ഉവാച. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുകശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ജ്ഞാനയജ്ഞം ഏതൊരു സൽക്കർമ്മമാണോ ആ അശരീരി വാക്ക് ചെയ്യുവാൻ എന്നോട് നിർദ്ദേശിച്ചത്, ആ ഒരു സൽക്കർമ്മം, ആ ജ്ഞാനയജ്ഞത്തെ. കാരണം ജ്ഞാനയജ്ഞം എന്ന് പറയാൻ കാരണം തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഈ ശ്രീമദ് ഭാഗവത കഥ ശ്രവണം അഥവാ പാരായണമാണ്, ഉരുവിടലാണ് ആ സൽക്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞത്. സർവ്വവേദങ്ങളുടെയും സാരമായിട്ടുള്ളതാണ് ഈ ഭാഗവത കഥ. അങ്ങനെയുള്ള ആ ജ്ഞാനം, വേദങ്ങളെന്ന് പറയുന്നത് തന്നെ ജ്ഞാനമാണ്. അതിനെ അങ്ങനെ കാച്ചിക്കുറുക്കിയെടുത്തിരിക്കുന്ന ഈ ഭാഗവതത്തെ, ഈ ജ്ഞാനയജ്ഞം കരിഷ്യാമി, ഞാൻ ചെയ്യാം. ആരാ പറയുന്നത്? ശ്രീ നാരദ മഹർഷി സനൽകുമാരാദി മഹർഷിമാരോട് പറയുകയാണ്, ഞാനത് ചെയ്യാം. എന്ത്? ശുകശാസ്ത്ര കഥോജ്വലം. ശുകശാസ്ത്ര കഥോജ്വലം. ശുകശാസ്ത്ര കഥ, ശുകനാൽ ശ്രീശുക മഹർഷിയാൽ രചിക്കപ്പെട്ട ഈ ശാസ്ത്രകഥ അതെങ്ങനെയുള്ളതാ? ഉജ്വലം, വളരെ ശോഭിക്കുന്ന, അത്യുജ്വലമായി ശോഭിക്കുന്ന, മറ്റെല്ലാത്തിനേക്കാളും ശോഭിക്കുന്നതായിട്ടുള്ള ഈ ശുകശാസ്ത്ര കഥ, ശ്രീശുക മഹർഷിയാൽ രചിക്കപ്പെട്ട ഈ ശാസ്ത്രത്തിലെ കഥ ഞാൻ ഇവിടെ ജ്ഞാനയജ്ഞമായി ചെയ്തു കൊള്ളാം. ആ ഒരു സൽക്കർമ്മത്തെ ഞാൻ ചെയ്തു കൊള്ളാം. ഇവിടെ നോക്കൂ, ശുകശാസ്ത്രം എന്നാണ് പറഞ്ഞത് അല്ലേ? ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ശാസ്ത്രം. ശാസ്ത്രം എന്നാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഉള്ള ശാസ്ത്രമല്ല. നമ്മൾ പലതരത്തിലുള്ള ശാസ്ത്രങ്ങളല്ലേ, കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെയുള്ള പല ശാസ്ത്രശാഖകളും നമുക്കറിയാവുന്നതാണ്. അതിനെയൊക്കെ ശരിയായ അർത്ഥത്തിൽ ശാസ്ത്രമെന്ന് പറയാമോ എന്ന് സന്ദേഹിക്കേണ്ടതുണ്ട്. കാരണം ശാസ്ത്രം എന്നാൽ എല്ലാ കാലത്തും എന്നും ഒരുപോലെ മാറ്റമില്ലാതെ നിലകൊള്ളുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെയും കാലത്തിനനുസൃതമായി പല മാറ്റങ്ങളും അതിൽ വരുന്നുണ്ട് അല്ലേ? ഏറ്റവും സൂക്ഷ്മമായ കണിക ഒരു ആറ്റമാണെന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്നും മറ്റനേകം സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിലേക്ക് ശാസ്ത്രം വഴിമാറിയപ്പോൾ എന്നും മാറ്റത്തിന് വിധേയമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങൾ. എന്നാൽ എന്നും മാറ്റം കൂടാതെ സത്യമായി നിലനിൽക്കുന്ന ഒന്ന്, എന്നും സത്യമായി നിലനിൽക്കുന്ന ഒന്നാണ് ഈ ഭാഗവത കഥ. അതാകട്ടെ ഉജ്വലം, ശ്രീശുക മഹർഷിയാൽ രചിക്കപ്പെട്ട ഈ ശാസ്ത്രം മറ്റെന്തിനേക്കാളും ഉജ്വലമായി ശോഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ജ്ഞാനയജ്ഞത്തെ ഞാൻ ചെയ്തു കൊള്ളാം. എന്തിനായി? ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. ഭക്തിജ്ഞാനവിരാഗാണാം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സ്ഥാപനാർത്ഥം, സ്ഥാപിക്കുന്നതിനായിക്കൊണ്ട്, അതിനെ ഉറപ്പിക്കുന്നതിനായിക്കൊണ്ട്, നമ്മൾ മുൻപുള്ള അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഗേഹേ ഗേഹേ, ഓരോ ഗൃഹത്തിലും ഓരോ ജനങ്ങളുടെ മനസ്സിലും ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉറപ്പിക്കുന്നതിനായിക്കൊണ്ട് പ്രയത്നതഃ, ഞാൻ പ്രയത്നിക്കുകയാണ്, ഞാൻ ചെയ്തു കൊള്ളാം. അതുകൊണ്ട് ഈ സൽക്കർമ്മത്തെ, ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ആ ഭാഗവത കഥ, രചിക്കപ്പെട്ടതല്ല പറയപ്പെട്ടത്, രചിച്ചത് ശ്രീ വ്യാസഭഗവാനാണ്. ശ്രീശുക മഹർഷിയുടെ പിതാവായിട്ടുള്ള വ്യാസഭഗവാനാണ് രചിച്ചത്. ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ടതാണ് നമ്മളൊക്കെ ഇന്നറിയുന്ന ഈ ഭാഗവത കഥ.
പരീക്ഷിത് മഹാരാജാവിനായിക്കൊണ്ട് ഉപദേശിച്ചു കൊടുത്തതാണ്. അങ്ങനെയുള്ള ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള ഈ ഉജ്ജ്വലമായ കഥയെ ഞാൻ അതുകൊണ്ട് ഇവിടെ ജ്ഞാനയജ്ഞമായി ഞാൻ അവതരിപ്പിച്ചുകൊള്ളാം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുകശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രണ്ടാമത്തെ പാദത്തിൻ്റെ അവസാനം ഒരു വിസർഗമുണ്ട്, പ്രയത്നതഃ. അതുപോലെ ശുകശാസ്ത്രകഥോജ്വലം, ജ കൂട്ടക്ഷരമാണ്, അതുമൊക്കെ ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ശ്ലോകം: കുത്ര കാര്യോ മയാ യജ്ഞ സ്ഥലം തദ്വാച്യതാമിഹ മഹിമാശുകശാസ്ത്രസ്യ വക്തവ്യോ വേദപാരഗൈ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കുത്ര എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യമാണ്, ഏതൊരു കാര്യമാണോ, മയ എന്ന് പറഞ്ഞാൽ എന്നാൽ, യജ്ഞ എന്ന് പറഞ്ഞാൽ ആ ഒരു മഹായജ്ഞം, സ്ഥല എന്ന് പറഞ്ഞാൽ സ്ഥലം, ആ ഒരു മഹായജ്ഞം ഏതൊരു സൽക്കർമ്മമാണോ എന്നാൽ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്, അത് എവിടെ വെച്ചാണ് ചെയ്യേണ്ടത്? യജ്ഞസ്ഥലം, ആ യജ്ഞം ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലം എവിടെയാണ്? തദ്വാച്യതാമിഹ, തത് വാച്യതാം ഇഹ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് തദ്വാച്യതാമിഹ. തത് എന്ന് പറഞ്ഞാൽ അത്, വാച്യതാം എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരയണമേ. ആരോടാ പറയുന്നത്? ഈ സനൽകുമാരാദി മഹർഷിമാരോട് പറയുകയാണ്. ആ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് ഇഹ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അത് എവിടെ വെച്ചാണ് അത് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തരയണമേ. മഹിമ ശുകശാസ്ത്രസ്യ, മഹിമ എന്ന് പറഞ്ഞാൽ മഹിമ അഥവാ മഹത്വം, ശുകശാസ്ത്രസ്യ ആ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രത്തിൻ്റെ, ഈ ഭാഗവതത്തിൻ്റെ മഹിമ വക്തവ്യോ വേദപാരകൈ, വക്തവ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാലും, അല്ലയോ മഹർഷിമാരെ നിങ്ങൾ പറഞ്ഞു തന്നാലും ഞാൻ ആ സൽക്കർമ്മം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുൻപ് അത് എവിടെ വെച്ചാണ് ചെയ്യേണ്ടത്? എന്താണ് ഈ ഭാഗവത കഥയുടെ മാഹാത്മ്യം? അതെനിക്കൊന്ന് പറഞ്ഞു തരൂ. നോക്കൂ, ശ്രീ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടിട്ട് വ്യാസഭഗവാൻ രചിച്ചതാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. എന്നിട്ടും ഇവിടെ ചോദിക്കുകയാണ്, മറ്റുള്ള വേദാന്തങ്ങളെ അപേക്ഷിച്ച് ഭഗവത്ഗീത, ഭഗവാനാൽ തന്നെ നേരിട്ടുക്തമായിട്ടുള്ള ആ ഭഗവത്ഗീതയെ അപേക്ഷിച്ച് ഈ ഭാഗവത ഗ്രന്ഥത്തിന് എന്താണ് മഹത്വമെന്ന് അല്ലയോ സനൽകുമാരാദി മഹർഷിമാരെ നിങ്ങൾ പറഞ്ഞു തന്നാലും. കാരണം നിങ്ങൾ ആരാണ്? വേദപാരകൈഹി, വേദജ്ഞാനികളാണ് നിങ്ങൾ. അങ്ങനെ വേദങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന ജ്ഞാനികളായിട്ടുള്ള നിങ്ങൾ പറഞ്ഞു തരൂ, എന്താണ് ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വമെന്ന് ഈ ഉള്ളവന് പറഞ്ഞു തന്നാലും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കുത്ര കാര്യോ മയാ യജ്ഞസ്ഥലം തദ്വാച്യതാമിഹ മഹിമാശുകശാസ്ത്രസ്യ വക്തവ്യോ വേദപാരഗൈ. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യജ്ഞസ്ഥലം, അത് അവിടെ ഒരു വിസർഗമുള്ളത് ശ്രദ്ധിച്ച് വായിക്കുക. തദ്വാച്യതാമിഹ, അവിടെ തദ്വാ, അത് തത് വാച്യതാമാണ്, എന്നാലും അവിടെ പിരിക്കരുത്, തദ്വാ എന്ന് തന്നെ എടുക്കുക. അതുപോലെ തദ്വാച്യതാമിഹ, അവിടെ ഇഹ ആയതുകൊണ്ട് ഇകാരം, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത രണ്ടാമത്തെ പാദത്തിൻ്റെ അവസാനം വേദപാരകൈ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ നിർത്തുക. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. കിയദ്ഭിർദിവസൈശ്രാവ്യ ശ്രീമദ് ഭാഗവതീ കഥാ കോ വിധിസ്തത്ര കർത്തവ്യോ മമേദം ബ്രുവതാമിത. ഇനി നമുക്ക് അതിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം.
കിയത്ഭിർ ദിവസേ, കിയത്ഭിः ദിവസേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കിയത്ഭിർ ദിവസേ. കിയത്ഭി എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ള അർത്ഥത്തിലാണ്. ദിവസേ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ശ്രാവ്യ കേൾക്കേണ്ടത് എന്ത്? ശ്രീമദ് ഭാഗവതി കഥ. ഈ ഭഗവത് സംബന്ധിയായിട്ടുള്ള ഭഗവാന്റേത മഹത്വത്തെ പറയുന്ന, ഭഗവാന്റെ ചരിതങ്ങളെ വർണ്ണിക്കുന്ന ഈ ഒരു ശ്രീമദ് ഭാഗവതമാകുന്ന ഈ ഭാഗവത കഥ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് കേൾക്കേണ്ടത്? കോ വിധിസ്തത്ര കർത്തവ്യോ. കോ എന്ന് പറഞ്ഞാൽ കഹ എന്താണ് എന്നുള്ളത്. വിധിസ്തത്ര, വിധി തത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിധിസ്തത്ര. വിധി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ വിധികൾ. തത്ര എന്ന് പറഞ്ഞാൽ അതിന് കർത്തവ്യോ, കർത്തവ്യ എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള മമേദം. അപ്പോൾ ഇതിന് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിധികൾ എന്തൊക്കെയാണ്? അത് മമേദം ബ്രുവതാമിത. മമേദം, മമ ഇതം ആണ് മമേദം. മമ എന്ന് പറഞ്ഞാൽ എന്നോട്, ഇതം ഇവിടെ വെച്ച, ബ്രുവതാമിത, ബ്രുവതാം ഇതഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബ്രുവതാമിതഹ എന്ന് പറഞ്ഞാൽ എന്നോട് ബ്രുവതാം എന്ന് പറഞ്ഞാൽ പറയുക, എന്നോടന്ന് അരുളി ചെയ്തു തന്നാലും. അപ്പോൾ സനൽകുമാരാദി മഹർഷിമാരോട് ആദ്യമേ അവർ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ആ സൽക്കർമ്മം അത് ചെയ്യാമെന്ന് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ചെയ്യാം എന്ന് ആദ്യമേ അങ്ങോട്ട് ഉറപ്പ് കൊടുക്കുന്നു. പക്ഷെ അവിടെയും എൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി, അല്ലയോ സനൽകുമാരാദി മഹർഷിമാരെ നിങ്ങൾ പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചത്, ഇത് ഈ ഒരു മഹാകർമ്മം, ഈ ഒരു പുണ്യകർമ്മം നടത്തുന്നതിനുള്ള എവിടെ വെച്ചാണ് നടത്തേണ്ടത്? ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ, ഭാഗവതത്തിൻ്റെ മഹത്വം എനിക്കൊന്ന് പറഞ്ഞു തന്നാലും. ഇതെത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്? ഇത് ഞാൻ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യുന്നതിനായി അനുഷ്ഠിക്കേണ്ട വിധികൾ എന്തെല്ലാമാണ്? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യമേ ശ്രീ നാരദ മഹർഷി സനൽകുമാരാദി മഹർഷിമാരോട് ചോദിച്ചത്. ആദ്യം എന്താ ചെയ്ത? നിങ്ങൾ പറഞ്ഞ, അല്ലയോ വേദജ്ഞന്മാരായിട്ടുള്ള സനൽകുമാരാദി മഹർഷിമാരെ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തു. അതിനുശേഷമാണ് അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. പൊതുവേ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ വരും വരായികകൾ മുഴുവൻ ആലോചിച്ചതിന് ശേഷം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇവിടെയാകട്ടെ ഈ ഒരു സൽക്കർമ്മം നടത്തുക എന്നുള്ള ഒരു ഉപദേശം സനൽകുമാരാദി മഹർഷിമാരിൽ നിന്ന് കിട്ടിയപ്പോൾ ആദ്യമേ വാക്കുകൊടുത്തു, ഞാൻ ചെയ്യാം. അതിനുശേഷമാണ് അതിനോടനുബന്ധിച്ച സംശയ നിവാരണം നടത്തുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിയത്ഭിർദിവസൈ ശ്രാവ്യ ശ്രീമദ് ഭാഗവതി കഥാ കോ വിധിസ്തത്ര കർത്തവ്യോ മമേദം ബ്രുവതാമിതഃ. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കിയത്ഭിർ ദിവസൈ, അത് ഒരല്പം ശ്രദ്ധിച്ച് വായിക്കുക. വിസർഗവുമുണ്ട്. പിന്നെ അവസാനത്തെ വാക്ക്, രണ്ടാമത്തെ പാദത്തിൻ്റെ അവസാനം ബ്രുവതാമിത. പലപ്പോഴും നമ്മൾ അവിടെ ബ്രുവതാം എന്നെടുക്കരുത്. അവിടെ ആചാര്യന്മാർ പറയാറുണ്ട് റായല്ല രായാണ് പറയേണ്ടതെന്ന്. ബ്രുവതാമല്ല ബ്രുവതാമിത. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ വിചാരം ചെയ്യാനുള്ളത്. ഇനിയും അടുത്തത് സനൽകുമാരാദി മഹർഷിമാരുടെ ഉത്തരമാണ്. ഈ നാരദ മഹർഷിയുടെ സംശയ നിവാരണമാണ്. സനൽകുമാരാദി മഹർഷിമാർ നടത്തുന്ന സംശയ നിവാരണമാണ്. അത് അടുത്ത സത്സംഗത്തിൽ നോക്കാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.